ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നിങ്ങളുടെ പരീക്ഷയിൽ ഫിലിം അവാർഡ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാഹിത്യ അവാർഡുകളുമായി ബന്ധപ്പെട്ട് മറ്റ് സ്പോർട്സ് അവാർഡുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അതുകൊണ്ട് അവാർഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ വർഷം നൽകിയിട്ടുള്ള ഫിലിം അവാർഡ്സുകൾ, അതായത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നൽകിയിട്ടുള്ള ഫിലിം അവാർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 70ാമത് നാഷണൽ ഫിലിം അവാർഡും അതിനുശേഷം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ 2024 അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം എന്ന് പറയുന്നത് നമ്മൾ 70ാമത് ദേശീയ ചലച്ചിത്ര മേളയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മേളയല്ല, ചലച്ചിത്ര അവാർഡുകളെ കുറിച്ച്. അപ്പം അതിൽ മലയാളത്തിന് ഒരുപിടി നേട്ടങ്ങൾ കൈവരിച്ച ഒരു ദേശീയ അവാർഡാണ് ഈ വർഷം കടന്നു പോയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബെസ്റ്റ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു മലയാള ചിത്രത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആട്ടം എന്ന് പറയുന്ന ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത, ആനന്ദ് ഏകർഷി ഡയറക്റ്റ് ചെയ്ത ആട്ടം എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച ബെസ്റ്റ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ബെസ്റ്റ് ഡെബ്യൂട്ട് ഫിലിം ഫൗജ ഹരിയാൻവി, ഡയറക്ടർ പ്രമോദ് കുമാർ. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ബെസ്റ്റ് ഫീച്ചർ ഫിലിമാണ്. ആട്ടം മലയാളം ലാംഗ്വേജിലുള്ള സിനിമയാണ്. അതിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ്. ബെസ്റ്റ് പോപ്പുലർ ഫിലിം പ്രൊവൈഡിങ് ഹോൾസം എന്റർടൈൻമെന്റ്. അപ്പോൾ ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് കന്നഡ ചിത്രമായുള്ള കാന്താര, ഋഷഭ് ഷെട്ടിയാണ് അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. സോ കാന്താര എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച ജനപ്രിയ ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത്. കാന്താര എന്ന് പറയുന്ന കന്നഡ ചിത്രത്തിനാണ്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം പ്രൊമോട്ടിംഗ് നാഷണൽ സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റൽ വാല്യൂസ്. ഇപ്പോൾ മികച്ച ദേശീയത, സാമൂഹ്യ, പിന്നെ പാരിസ്ഥിതിക കൾച്ചറുകൾ, വാല്യൂസ്, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സിനിമയാണ് കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. മികച്ച ദേശീയത, സാമൂഹ്യ, പാരിസ്ഥിതിക വിഷയങ്ങൾ, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സിനിമക്കുള്ള അവാർഡ് ലഭിച്ചത് കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന സിനിമയാണ്. അത് ഗുജറാത്തി ഭാഷയിലുള്ള സിനിമയാണ്. ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട പോയിന്റ്സ് ആണ് ഈ പറയുന്ന ആട്ടത്തെക്കുറിച്ച്, ബെസ്റ്റ് ഫീച്ചർ ഫിലിം, ബെസ്റ്റ് പോപ്പുലർ ഫിലിം, ബെസ്റ്റ് ഫിലിം പ്രൊമോട്ടിംഗ് നാഷണൽ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. ഇനി മികച്ച സംവിധായകൻ, ആക്ടർ, നായിക, ഇവരെ കുറിച്ചൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. മികച്ച സംവിധായകൻ സൂരജ് ആർ ബർച്ചാത്യ എന്ന് പറയുന്ന ഹിന്ദി സംവിധായകൻ. ഊഞ്ചൈ എന്ന് പറയുന്ന ചിത്രത്തിന് ഹിന്ദി സംവിധായകൻ സൂരജ് ആർ ബർച്ചാത്യ എന്ന് പറയുന്ന വ്യക്തിക്കാണ് മികച്ച സംവിധായകനുള്ള 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച നടൻ കാന്താര, മികച്ച പോപ്പുലർ ഫിലിമായിട്ടുള്ള കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്കാണ് മികച്ച അഭിനയത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഋഷഭ് ഷെട്ടി മികച്ച അഭിനേതാവ് ആരാണ്? ഋഷഭ് ഷെട്ടി. കന്നഡ ചിത്രമായിട്ടുള്ള കാന്താര എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടിയെ ആ ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയത്. മികച്ച ആക്ട്രസ് ആക്ച്വലി 2 പേരുണ്ട്. ഒന്ന് തിരിച്ചിട്രമ്പലം, തമിഴ് ചിത്രമായിട്ടുള്ള തിരിച്ചിട്രമ്പലം, ഗുജറാത്തി ചിത്രമായിട്ടുള്ള കച്ചി എക്സ്പ്രസ്. സോ ഈ 2 ചിത്രങ്ങളിൽ തിരിച്ചിട്രമ്പലത്തില് നിത്യ മേനോനും കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന ചിത്രത്തില് മാനസി പരേക്ക്, ഈ 2 പേർക്കാണ് മികച്ച അഭിനേത്രിക്കുള്ള 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. തിരിച്ചിട്രമ്പലം നിത്യ മേനോൻ,
കച്ചി എക്സ്പ്രസ് മാനസി പരേഖ്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഫൗജ, ഹരിയാൻവി, പവൻ മൽഹോത്ര. അതൊന്നും നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. ഓക്കെ, ഈ സ്ലൈഡിലും നിങ്ങൾ ആദ്യത്തെ 3 പോയിന്റ് ബെസ്റ്റ് സംവിധായകൻ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് എന്നീ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി പറയാനുള്ളത്, ഓരോ ഭാഷയിലും മികച്ച ചിത്രത്തെ സെലക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബെസ്റ്റ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത് മലയാള ചിത്രമായ ആട്ടത്തിനാണ്. എന്നാൽ മലയാള ഭാഷയിലെ മികച്ച ചിത്രം ആട്ടമല്ല, അതേതാണ്? സൗദി വെള്ളക്ക എന്ന് പറയുന്ന ചിത്രമാണ്. സൗദി വെള്ളക്ക മലയാളം ഭാഷയിലെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ഏതിനാണ്? സൗദി വെള്ളക്ക എന്ന് പറയുന്ന ചിത്രത്തിനാണ്. അതുപോലെ മികച്ച തമിഴ് ഫിലിം, ഞാൻ നമ്മുടെ അയൽ സംസ്ഥാനമായതുകൊണ്ടാണ് അത് പറയുന്നത്, പൊന്നിയൽ സെൽവൻ PS1 എന്ന് പറയുന്ന ചിത്രമാണ്. അല്ലെങ്കിൽ പൊന്നിയൽ സെൽവൻ പാർട്ട് 1 എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച തമിഴ് ഭാഷയിലെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മികച്ച ബെസ്റ്റ് ഫീച്ചർ ഫിലിം തന്നെ മികച്ച മലയാളത്തിലെ ഫിലിം ആയിക്കൊള്ളുന്നില്ല. മികച്ച മലയാള ചിത്രം ഏതാണ്? സൗദി വെള്ളക്കയാണ്. ഇനി മറ്റു പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകളാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു ദേശീയ അവാർഡ്സ് ആയിരുന്നു ഈ വർഷം. എന്തൊക്കെയാണ്? ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ആരാണ്? AR റഹ്മാനാണ്. ഓക്കെ, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ആരാണ്? AR റഹ്മാനാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് ആരാണ്? ബോംബെ ജയശ്രീ. അവരുടെ ചിത്രമാണ് സൗദി വെള്ളക്ക. അപ്പൊ സൗദി വെള്ളക്കയിലെ ഗാനത്തിന് ബോംബെ ജയശ്രീക്കാണ് മികച്ച ഫീമെയിൽ പ്ലേബാക്കിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പിന്നണി ഗായിക, മികച്ച ഫീമെയിൽ പ്ലേബാക്കിനുള്ള അവാർഡ് ലഭിച്ചത് ബോംബെ ജയശ്രീ, സൗദി വെള്ളക്ക. ബെസ്റ്റ് എഡിറ്റിംഗ് ഏതാണ്? ബെസ്റ്റ് എഡിറ്റിംഗ് ആട്ടം എന്ന് പറയുന്ന ചിത്രത്തിന് ആനന്ദ് ഏകർഷിയുടെ ചിത്രമായിട്ടുള്ള ആട്ടത്തിനാണ് ബെസ്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അതാരാണ്? ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അതും ആട്ടമാണ്. അപ്പോൾ ബെസ്റ്റ് ഫീച്ചർ ഫിലിം, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് എഡിറ്റിംഗ്, ഈ 3 അവാർഡുകളും കരസ്ഥമാക്കിയത് ഒരു മലയാള ചിത്രമാണ്. അതാണ് ആനന്ദ് ഏകർഷിയുടെ ആട്ടം. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആരാണ്? മാളികപ്പുറം എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീപതിനാണ് മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റ് മെയിൽ കാറ്റഗറി. മെയിൽ ഫീമെയിൽ എന്ന കാറ്റഗറി ഉണ്ട്. സോ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് മെയിൽ കാറ്റഗറിയിൽ മാളികപ്പുറം എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീപതിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഒരു ഓൾ അറൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെ കുറിച്ചാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെ കുറിച്ചാണ് 2024 കുറിച്ചാണ് പറയാനുള്ളത്. സോ അവിടെ ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് കാതൽ ദി കോർ, ജിയോ ബേബിയുടെ കാതൽ ദി കോർ എന്ന് പറയുന്ന ചിത്രമാണ്. ജിയോ ബേബിയുടെ കാതൽ ദി കോർ എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, ബെസ്റ്റ് ഫിലിം അവിടെ ഏതാണ്? കാതൽ ദി കോർ എന്ന് പറയുന്ന ചിത്രമാണ്. ബെസ്റ്റ് ആക്ട്രസ് ഇവിടെ 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഊർവശി, ബീന ആർ ചന്ദ്രൻ. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഊർവശിക്കും, തടവ് എന്ന് പറയുന്ന ചിത്രത്തിന് ബീന ആർ ചന്ദ്രനുമാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ബെസ്റ്റ് ആക്ടർ ആരാണ്? ദ ഗോഡ് ലൈഫ്, ആടുജീവിതം എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജ് സുകുമാരനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി ബെസ്റ്റ് ഡയറക്ടർ ആരാണ്? ആടുജീവിതത്തിലെ ബ്ലെസി, ആടുജീവിതം സംവിധാനം ചെയ്ത ബ്ലെസിക്കാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു കേരള ചലച്ചിത്ര അവാർഡുകളിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ച സിനിമ കൂടിയാണ് ആടുജീവിതം. ഇനി മികച്ച സെക്കൻഡ് ഫിലിം ഇരട്ട. ഓക്കെ, അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ പുതിയ നവാഗത സംവിധായകൻ, ബെസ്റ്റ് ന്യൂ ഡയറക്ടർ അല്ലെങ്കിൽ ഡിപെറ്റന്റ് ആരാണ്? തടവ് എന്ന് പറഞ്ഞ ചിത്രത്തിന് ഫാസിൽ റസാഖിനാണ് മികച്ച നവാഗത സംവിധായകൻ, ന്യൂ ഡയറക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ഡിപെറ്റന്റ്. സോ ആ ഒരു കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത്
ഫാസിൽ റസാക്കിനാണ് തടവ് എന്ന് പറയുന്ന ചിത്രത്തിന് ഏറ്റവും ഒടുവിലായിട്ട് ബെസ്റ്റ് പോപ്പുലർ ഫിലിം ഏതാണ്? ആടുജീവിതം. അപ്പൊ അവിടെ കാന്താരയാണ് നാഷണൽ അവാർഡ്സിൽ കാന്താരയാണ് ബെസ്റ്റ് പോപ്പുലർ ഫിലിം. കേരള ചലച്ചിത്ര അവാർഡുകളിൽ ബെസ്റ്റ് പോപ്പുലർ ഫിലിം ഏതാണ്? ആടുജീവിതമാണ്. സോ ഇതാണ് നമുക്ക് കേരള ചലച്ചിത്ര അവാർഡുകളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഫൈനൽ ജൂറി, അതായത് ഈ അവാർഡുകൾ പ്രഖ്യാപിച്ച ഒരു ജൂറി ഉണ്ടാവുമല്ലോ, അതിലെ ചെയർമാനാണ് സുധീർ മിശ്ര. ഈ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ 2024 പ്രഖ്യാപിച്ച ജൂറി ചെയർമാനാണ് സുധീർ മിശ്ര. മറ്റംഗങ്ങളാണ് ഇവിടെയുള്ളത്, അതൊന്നും നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. പ്രിയനന്ദൻ, അലകപ്പൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, NS മാധവൻ, ആൻ അഗസ്റ്റിൻ, ശ്രീവത്സൻ ജെ മേനോൻ, സി അജോയ്. ഒന്നും വലിയ എക്സാമോ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കേരള ചലച്ചിത്ര അവാർഡുകൾ 2024 ജൂറി ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? സുധീർ മിശ്ര എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അല്ലാതെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും മറ്റ് കാര്യങ്ങൾക്കില്ല, പോയിന്റുകൾക്കില്ല. ഓക്കെ, അപ്പോൾ സെറ്റ് അസ്ത്ര 2.1 ഒരു 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വരുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ആണ്. വിവിധ സബ്ജക്റ്റുകളിലേക്ക് നമ്മൾ പരിശീലനം നൽകുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ നല്ല റിസൾട്ട് സെറ്റ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു ശതമാനം മാർക്ക് നമ്മൾക്ക് നമ്മുടെ ആ ഒരു സെറ്റ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ സെറ്റ് അസ്ത്ര 2.1 എന്ന് പറയുന്ന ക്രാഷ് ബാച്ച് എക്സാമിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് ആണ്. തീർച്ചയായിട്ടും ആദ്യം തൊട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റ് അസ്ത്ര 2.1 60 ഡേയ്സ് ക്രാഷ് കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഈ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ തുടക്കം തൊട്ടേ പഠിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ കറണ്ട് അഫയേഴ്സ് കണ്ടന്റും മറ്റ് ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 2024 പ്രധാനപ്പെട്ട ഫിലിം അവാർഡ്സിനെ കുറിച്ച്, ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ഫിലിം അവാർഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത്തരം ടോപ്പിക്സ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.